അവരധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് പെട്രോളിന്റെ വില പകുതിയായിട്ട് കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. 1 രൂപ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായില്ല. പകരം അടിച്ചടിച്ച് കയറ്റി 100 രൂപയുടെ മേളിലേക്ക് കൊണ്ടുവന്ന് ഈ പെട്രോളിനെ അടിച്ച് നാട്ടുകാരെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വികസന പ്രവർത്തനമാണ് നമ്മൾ ഈ രാജ്യത്തിനകത്ത് നടത്തിയത്? മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡബിൾ എഞ്ചിനാണ് പ്രവർത്തിച്ചത്. BJP പറയുന്ന പോലെ ഡബിൾ എഞ്ചിൻ പ്രവർത്തിച്ച ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ സ്ഥിതി എന്താണ് ഇന്നിപ്പോൾ? എവിടെയെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണോ ഈ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം? മൊത്തത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ദേശീയ നേതാക്കന്മാർ, അമേരിക്കയുടെ പ്രസിഡൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് സ്ലം ഏരിയ എന്ന് പറയുന്നത് റോഡ് ഈ പറയുന്നത് പോലെ തന്നെ ഫെൻസ് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ പറയുന്ന വിദേശ പ്രധാനമന്ത്രിമാർ ഡൽഹിയിലെ വീതികളിൽ കൂടി നടന്നു പോകുന്നത്. അത്ര ഗതികെട്ട രൂപത്തിൽ ആ സ്ലം ഏരിയയിലൊക്കെ ഒന്ന് രാജേഷ് പോയി നോക്കണമല്ലോ. 10 കിലോമീറ്റർ നടന്ന് വെള്ളമെടുക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ഇന്ത്യക്കകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ആരെങ്കിലും പോയി എവിടെയെങ്കിലും വെള്ളമെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇവിടെ എന്താണ്, ജീവിക്കാൻ നിലവാരമില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രാജേഷ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ലേ നമ്മുടെ സംസ്ഥാനത്തെ നമ്പർ 1 സംസ്ഥാനം എന്ന് പറയുന്നത്? തെരുവുനായി പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യ രാജ്യത്തിനകത്തുള്ള പ്രശ്നമാണ്. ഈ തെരുവുനായി പ്രശ്നം എന്ന് പറയുന്നത് അതൊരു നിയമ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് വിധി വന്നിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച പോലും തികച്ചാകില്ല ഈ ഒരു നിയമനിർമ്മാണം വന്നിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നാളുകളിൽ നഗരസഭയും ഗവൺമെൻറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കും. അല്ലാതെ എന്ത് പ്രവർത്തനമാണ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്? നമുക്ക് ആർക്കെങ്കിലും തെരുവുനായി അവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തിനകത്ത് നിൽപ്പുണ്ടോ? ദീപക്, ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് ഒരു മോഡൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മോഡൽ എന്ന് പറയുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടായിരുന്നു. അതിപ്പോൾ നടപ്പിലാവുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ബി ശിവൻകുട്ടി അധികാരത്തിലിരുന്ന സമയത്ത്, മേയറായിരുന്ന സമയത്ത് ഇവിടെ വിളപ്പശാല നമ്മളൊരു സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ തുടങ്ങി. എന്തൊരു പ്രക്ഷോഭമായിരുന്നു നമ്മുടെ നാട്ടിനകത്ത്. ഇവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് നമ്മൾ ഈ പറയുന്ന കണക്ക് വാഹനത്തിനകത്ത് അവിടെ കൊണ്ടുപോയി വിളപ്പശാലക്കകത്ത് ഇത് പരിഹാരം നടത്തി കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ എന്തൊരു പ്രതിഷേധമാണ് വന്നത്. ജനങ്ങളെല്ലാം കൂടി ഈ BJPയും കോൺഗ്രസും എല്ലാവരും കൂടി അതിനെതിരെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രശാന്തിന്റെ കാലഘട്ടത്തിലും ഈ ആര്യയുടെ കാലത്തിനകത്തും എല്ലാം നമ്മളത് സെൻട്രലൈസ് ചെയ്യുന്നതിന് പകരം ഡീസെൻട്രലൈസ് ചെയ്തു. ഈ പറയുന്നത് പോലെ തന്നെ അതിന് 10-18 ഇനം പ്ലാസ്റ്റിക്, ഇരുമ്പ്, അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം തന്നെ ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ മാറ്റി വേർതിരിച്ച് 18 എണ്ണം എന്ന് പറയുന്നത് നമ്മൾ മാറ്റി. അത് ഓരോരുത്തർക്കായിട്ട് ഞാൻ പറയട്ടെ,